എല്ലാ ദിവസവും രാവിലെ 8:30 സന്യാസിമാരുടെ നേതൃത്വത്തിൽ നിളയിൽ സ്നാനം നടക്കാറുണ്ട്. അത് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുവാനാണ് ഈ വീഡിയോ. നിളയുടെ തീരത്ത് ശക്തമായ കാറ്റുണ്ടായതിനാൽ വീഡിയോയുടെ ചില ഭാഗങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. അതിന് എന്നോട് ക്ഷമിക്കുക. मैया की नर्मदा मैया की मैया की गोदावरी मैया की कावेरी मैया की निला मैया की. അപ്പോൾ എല്ലാവരും കുളിക്കാൻ തയ്യാറായിട്ടുള്ളവരെല്ലാം ഓരോരോ നല്ല രീതിയിൽ അണിനിരന്ന് നിൽക്കുക. ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ നിരനിരയായി നിൽക്കുക. പരമാവധി അങ്ങോട്ടേക്ക് ഇറങ്ങിക്കോളൂ. തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമ്മുടെ ഹിന്ദു സമുദായത്തിന് ഇല്ലാത്തതേ ഡിസിപ്ലിനാണ്. എവിടെ പോയാലും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തരായി നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമൊക്കെയാണ്. ശരി തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു അച്ചടക്കം കാണിക്കണമെന്നുണ്ട്. ഭക്തനവരാത്രി എന്ന് പറയുന്ന വിശേഷമായിട്ടുള്ള സാധനങ്ങളുടെ നവരാത്രിയായിട്ടുള്ള ഈ നവരാത്രിയിലെ 5-ാം ദിവസമാണ് ഇന്ന്. പഞ്ചമി, വസന്ത പഞ്ചമി എന്നും പറയുന്നതായിട്ടുള്ള വളരെ വിശേഷമായിട്ടുള്ള ദിവസമാണ്. ഈ ദിവസം ഈ ഗംഗ, യമുന, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി, ഗോദാവരി മുതലായിട്ടുള്ള 7 നദികളുടെ സാന്നിധ്യം ഉള്ളതായിട്ടുള്ള ഈ നിളാനദിയിലെ സ്നാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞവരെല്ലാം ധന്യരാണ്, പുണ്യാത്മാക്കളാണ്, ജന്മാന്തരത്തിൽ ചെയ്ത സുഹൃതം കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള സങ്കല്പത്തോടുകൂടെ ആ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ച മഹേശ്വരന്റെ പാദത്തിലൂടെ കഴുകി ഭൂമിയെയും പാതാളത്തെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗംഗാ നദിയെ ഏറ്റവും പ്രധാനമായി സ്മരിച്ചുകൊണ്ട്, ആ ഗംഗ ഇവിടെ നിത്യ സാന്നിധ്യം ചെയ്യുന്നതായിട്ടുള്ള നദിയാണ്. തെക്കേ ഇന്ത്യയിലെ ഗംഗയാണ് ഈ ഭാരതപ്പുഴ എന്നറിയപ്പെടുന്ന നിളാ നദി. ആ ഒരു ഭാവനയോടുകൂടെ എല്ലാവരും ശ്രദ്ധയോടെ ഇവിടുന്ന് വേദപാരായണം ആദ്യം ചെയ്യും. ഇന്ന് വസന്ത പഞ്ചമി ആയതുകൊണ്ട് ഒരു ദേവീ സൂക്തമായിരിക്കും പാരായണം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്നാനത്തിനുള്ളതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സങ്കല്പങ്ങളൊക്കെ പറഞ്ഞു തരും. അത് പറയുന്നതനുസരിച്ച് വേണം നിങ്ങൾ സ്നാനം ചെയ്യാനായിട്ട്. ആദ്യമേ കയറി എല്ലാവരും കൂടി സ്നാനം ചെയ്താൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡിസിപ്ലിനോടുകൂടി അവസാനം എല്ലാവരും ഒന്നിച്ച് മുങ്ങുന്ന രീതിയിലാണ്. അത് പറയുന്ന സമയത്ത് വേണം മുങ്ങാനായിക്കൊണ്ട്. അതുവരയ്ക്ക് ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയും സങ്കല്പങ്ങളൊക്കെ നല്ല സങ്കല്പങ്ങളോടുകൂടി നിൽക്കുകയും ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ വസന്ത പഞ്ചമിക്ക് ദേവീ സൂക്തം ഇവിടെ ആരംഭിക്കുന്നതാണ്. ഗായത്രി ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് അത് ചെയ്യുന്നത്. അത് ശ്രദ്ധയോടുകൂടി ശ്രമിക്കുക. ബാക്കി നിർദ്ദേശങ്ങൾ പിന്നാലെ വരും. ധന്യവാദം.
മാഘസ്നാനത്തിന് ശരീര മനസ്സുകളെ സജ്ജമാക്കിക്കൊണ്ട് നിൽക്കുക. സ്നാനം വിദ്യാവണ്ണം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവിടെ നിന്ന് ഓരോന്നായി നിർദ്ദേശം തരുന്നതാണ്. എല്ലാവരും അല്പം ജലം കയ്യിലെടുത്ത് കിഴക്ക് അഭിമുഖമായി നിന്ന് സപ്തതീർത്ഥങ്ങളെ ആവാഹിക്കുന്നതായി സങ്കല്പിച്ച് ഒരു മന്ത്രം ചൊല്ലി, അറിയാത്തവർ കേട്ടാൽ മാത്രം മതിയാകും. കൈക്കുമ്പിളിലെ ജലം തീർത്ഥത്തിലേക്ക് തന്നെ സമർപ്പിക്കുക. മന്ത്രം ചൊല്ലിത്തരാം. ഗംഗേശ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. സമർപ്പിക്കുക. ഒന്ന് കണ്ണടച്ച് എല്ലാവരും തന്നെ നിലാസിന്ധുവിനെ, അതിന്റെ ഉത്ഭവം മുതൽ ഒരു ധ്യാനം ചെയ്യുക. അതായത് വിന്ധ്യാചലം എന്നുകൂടി പേരുള്ള സഹ്യപർവ്വതത്തിലെ വിന്ധ്യാചലം എന്നുകൂടി പേരുള്ള സഹ്യപർവ്വതത്തിലെ തിരുമൂർത്തിയിൽ നിന്നും ആരംഭിച്ച്, തിരുമൂർത്തി മലനിരകളിൽ നിന്നും ആരംഭിച്ച് പഞ്ചലിംഗേശ്വരനെ തഴുകി 7 കൈവഴികളായി പിരിയുന്ന ഒരു മഹാപ്രവാഹം ഭാരതഖണ്ഡത്തിനടുത്ത് വെച്ച് ഒന്നായി ചേർന്ന് ഭാരതപ്പുഴ എന്ന നാം സ്വീകരിച്ച് നദീമുഖമായ തിരുനാവായയിൽ എത്തി നാവാമുകുന്ദനെ തൊഴുത് ചമ്രവട്ടത്തപ്പന്റെ പാദങ്ങൾ കഴുകി പശ്ചിമസമുദ്രം അഥവാ സിന്ധുസാഗരത്തിൽ പ്രവേശിക്കുന്ന നിലാസിന്ധുവിന്റെ പ്രവാഹത്തെ ഒന്ന് സങ്കല്പിച്ച്, അത് കേവലം ഒരു ജലപ്രവാഹമല്ല എന്നും ജ്ഞാനപ്രവാഹമാണ് എന്നും, ജ്ഞാനപ്രവാഹമായ നിലാസിന്ധുവിലാണ് തങ്ങൾ മാഘസ്നാനം ചെയ്യുവാൻ പോകുന്നത് എന്ന് സങ്കല്പിച്ച് നിലാസിന്ധുവിനെ പൂർണ്ണമായി അവലോകനം ചെയ്യുന്ന മനസ്സിൽ നമസ്കരിക്കുക.
സ്നാനത്തിനായിക്കൊണ്ട് ആദ്യമായി സ്വന്തം പിതൃപരമ്പരകളുടെ അനുവാദം ചോദിക്കുക. പിതൃപരമ്പരകളുടെ അനുവാദം ചോദിക്കുക. കാരണം മാഘസ്നാനത്തിന്റെ ഫലം നിങ്ങളുടെ 7 തലമുറ മുൻപോട്ട് വരാനിരിക്കുന്ന 7 തലമുറയും കൂടി അതിന് ഫലമുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ സ്നാനത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് നിങ്ങളുടെ പിതൃക്കളായിരിക്കും എന്നതുകൊണ്ട് കൂടി പിതൃസ്മരണ അത്യന്താപേക്ഷിതമാണ്. പിതൃക്കളെ സ്മരിച്ചു കഴിഞ്ഞാൽ അവനവന്റെ വരദേവതയെ സ്മരിച്ച് അനുവാദമാകുക. അവനവന്റെ ഗുരുപാരമ്പര്യത്തെ സ്മരിച്ച് അനുവാദമാകുക. സിന്ധു നദീമുഖമായ തിരുനാവായിലെത്തുമ്പോൾ ഇതിന് അലങ്കാരം കൂടിയായി നിലകൊള്ളുന്ന ത്രിമൂർത്തികളുടെ അനുവാദം വാങ്ങി നമസ്കരിക്കുക. പശ്ചിമതീരത്തിന്റെയും പ്രവാഹത്തിന്റെയും കാവലായി വർത്തിക്കുന്ന ഇവിടുത്തെ വേദപാരമ്പര്യത്തിന്റെ അധിഷ്ഠാന ദേവതയായ ചമ്രവട്ടത്തിൽ ശിസ്താവിനെ നമസ്കരിക്കുക. ത്രിമൂർത്തികളുടെ സാന്നിധ്യം കൊണ്ട് ഈ നിലാമണൽപ്പരപ്പ് ത്രികോണാകൃതിയെ പ്രാപിച്ചിരിക്കുന്നതായി സങ്കല്പിക്കുക. ആ ത്രികോണാകൃതിക്കുള്ളിലുള്ള ഇടത്തെ അതിദേവത സാക്ഷാൽ രാജരാജേശ്വരിയാണെന്ന് തിരിച്ചറിഞ്ഞ് ബിന്ദുമണ്ഡല സ്വരൂപിണിയായ രാജരാജേശ്വരിയെ സങ്കല്പിച്ച് നമസ്കരിക്കുക. ഇത്രയുമായ അല്പം ജലം കയ്യിലെടുത്ത് 4 ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലിത്തരും. അറിയുന്നവർക്ക് ചൊല്ലാം, അല്ലാത്തവർക്ക് കേട്ടിരുന്നാൽ മാത്രം മതി. ഓരോ മന്ത്രം ചൊല്ലി കഴിയുമ്പോഴും ഒന്ന് നിർത്തും. ആ സമയത്ത് കൈക്കുള്ളിലെ ജലം തങ്ങളുടെ മൂർധാവിൽ അഭിഷേകം ചെയ്യുക. മന്ത്രത്തിലുണ്ട് എന്താണ് ജലമെന്നും ജലത്തിന്റെ തത്വം എന്താണെന്നും അതിന്റെ രഹസ്യം എന്താണെന്നും അതിന്റെ ഭാവം എന്താണെന്നും അതിന്റെ ഗുണം എന്താണെന്നും അതിന്റെ ലക്ഷ്യം എന്താണെന്നും എല്ലാം വേദം പഠിപ്പിക്കുന്നത് ഈ ഋതുക്കളെ കൊണ്ടാണ്. ശരി, ഇത് കഴിഞ്ഞാൽ പൈതൃകമായി കിട്ടിയിട്ടുള്ള ശരീരത്തിലെ ഓരോ അംഗപ്രത്യംഗങ്ങളെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ
ഓരോ മന്ത്രത്തിലെയും അവസാനം സ്വാഹ എന്നൊരു ശബ്ദം ഉണ്ടായിരിക്കും. എപ്പോൾ സ്വാഹ എന്ന് കേൾക്കുന്നുവോ അപ്പോൾ കൈക്കൂമ്പിളിലെ ജലം മൂർധാവിൽ അഭിഷേകം ചെയ്യുക. നമ്മുടെ അഞ്ജലികളുടെയായി കൈക്കൂമ്പിളിലെ ജലം ज्योतिरहं विरजा विपाप्मा भूयासग्न स्वाहा. शिरपाणि पादपाश पृष्ठोदरचन्द्र शिष्णोपस्थपायवो शुद्ध्यन्तां ज्योतिरहं विरजा विपाप्मा भूयासग्न स्वाहा. त्वक्षर्ममांसरुधिरमेरो मज्जास्तीनि मे शुद्ध्यन्तां ज्योतिरहं विरजा विपाप्मा भूयासग्न स्वाहा. शब्दस्पर्शरूपरसगन्धा मे शुद्ध्यन्तां ज्योतिरहं विरजा विपाप्मा भूयासग्न स्वाहा. पृथिव्यापस्तेजो वायुराकाशो मे शुद्ध्यन्तां ज्योतिरहं विरजा विपाप्मा भूयासग्न स्वाहा. ॐ मनोबुद्ध्यहङ्कारचित्तं मे शुद्ध्यन्तां ज्योतिरहं विरजा विपाप्मा भूयासग्न स्वाहा. ശക്തിയുമായ ആ ബാഹ്യ അംഗശുദ്ധിയാണ് ഇപ്പോൾ നമ്മൾ പറ്റിയിട്ടുള്ളത്. അന്തരംഗശുദ്ധിക്ക് പ്രാണായാമമാണ് വിധിയായിട്ടുള്ളത്. ഏറ്റവും ലളിതമായ ഒരു പ്രാണായാമ പദ്ധതി, അതായത് എന്തുകൊണ്ടൊക്കെ ചെയ്യാൻ അത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിധി പറഞ്ഞു തരാം. എല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ട കേട്ടാൽ മാത്രം മതി. ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുത്ത ശ്വാസത്തെ ഉള്ളിൽ നിർത്തി ഇവിടെ നിന്ന് ചൊല്ലിത്തരുന്ന മന്ത്രം മനസ്സിൽ ചൊല്ലുക. മനസ്സിൽ മാത്രമേ ചൊല്ലാവൂ. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് വേണ്ടത്. അതായത് താല്പര്യം പറയാം, ഈ തീർത്ഥസ്നാനത്തിന്റെ അതിദേവത നാമാമൂലനായതുകൊണ്ട് നാരായണ സ്വരൂപം പ്രണവസ്വരൂപനായ ആ നാരായണനെ അകാര ഉകാര മകാരങ്ങളായി കണ്ട് അച്യുതൻ അനന്തൻ ഗോവിന്ദൻ എന്നായി തിരിച്ചറിഞ്ഞ് ആ നാമത്രയങ്ങളെ കൊണ്ട് ആഭ്യന്തരമായി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ചെയ്യാൻ പോകുന്നത്. ശരി, ശ്വാസം ഉള്ളിലെടുക്കുക. അച്യുതായ നമഃ. ശ്വാസം പുറത്തേക്ക്. അനന്തായ നമഃ. മം ഗോവിന്ദായ നമഃ.
നിളാസിന്ധു എന്ന ജ്ഞാനസ്വരൂപമായ നാരായണ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിനാവശ്യമായ സങ്കല്പശുദ്ധിയും ധാരണാശക്തിയും ധ്യാനാത്മകതയും എല്ലാം നമ്മിൽ ആവാഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നന്നായി അവനവന്റെ സങ്കല്പശക്തിയും ധാരണാശക്തിയും ഉറപ്പിച്ച് നിർത്തുക. ആദ്യമായി കണ്ണുകളടച്ച് അവനവന്റെ നട്ടെല്ലിനു കീഴെയുള്ള മൂലാധാരത്തിലേക്ക് ബോധത്തെ കൊണ്ടെത്തിക്കുക. മൂലാധാരത്തിൽ ഒരു ചൈതന്യത്തെ, പ്രകാശസ്വരൂപമായ ഒരു ചൈതന്യത്തെ കാണുക. ആ ചൈതന്യത്തെ ശ്രദ്ധിക്കുമ്പോൾ അതിന് ഒരു ഇളക്കം വരുന്നതായി കാണുക. ആ ചൈതന്യത്തെ ശ്രദ്ധിക്കുമ്പോൾ അതിന് ഒരു ഇളക്കം വരുന്നതായി കാണുക. ഇളക്കം വന്ന ആ ചൈതന്യം മൂലാധാരത്തിൽ നിന്ന് പതിയെ പതിയെ മുകളിലേക്ക് ഉയരുന്നതായി സങ്കൽപ്പിക്കുക. സ്വാധിഷ്ഠാനം, നാഭി, ദേശം, ഹൃദയം, കണ്ഠം, ഭ്രൂമധ്യം എന്നിങ്ങനെയുള്ള നാഡീകേന്ദ്രങ്ങളെ മറികടന്ന് പതിയെ ചെയ്താൽ മതി. ഒരു തിരക്കും കൂടണ്ട. മൂർധാവിൽ സഹസ്രാരപത്മത്തിലെത്തി നിൽക്കുന്നു ആ ചൈതന്യമെന്ന് അറിയുക. കോടി സൂര്യന്മാരുടെ പ്രഭയും കോടി ചന്ദ്രന്മാരുടെ ശീതളിമയും സഹസ്രാരപത്മത്തിൽ അനുഭവിക്കുക. കോടി സൂര്യന്മാരുടെ പ്രഭയും കോടി ചന്ദ്രന്മാരുടെ ശീതളിമയും സഹസ്രാരത്തിൽ അനുഭവിക്കുക. അഭൗമമായ അലൗകികമായ ആ ചൈതന്യം ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചു നിൽക്കുന്ന സാക്ഷാൽ നാരായണനാണെന്ന് കാണുക. സഹസ്രാരപത്മത്തിൽ അനന്തകോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിരിക്കുന്ന പൂർണ്ണപുരുഷനായ വേദനാരായണനാണ് എന്ന് കാണുക. വേദനാരായണനായ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും അമൃതം ആപ്ലാവനം ചെയ്യപ്പെടുന്നതായി സങ്കൽപ്പിക്കുക. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്നും ജനിക്കുന്ന സുധാ സിന്ധു അമൃത് തന്റെ ശരീരത്തിലേക്ക് മുഴുവനും വ്യാപനം ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക. പ്രകാശവും ശീതളിമയും ഒരുപോലെ ചേർന്ന ആ സുധാരസം തന്റെ ശരീരത്തിലെ 72,000 നാഡികളെ പ്രകാശമയമാക്കുന്നതായും ശരീരത്തെ പവിത്രതമാക്കി മാറ്റുന്നതായും കാണുക. ഞാനിപ്പോൾ പൂർണ്ണപുരുഷനായ നാരായണനോളം തന്നെ പവിത്രനാണെന്ന് തിരിച്ചറിയുക. നാരായണന്റെ ശുദ്ധി ആവാഹിച്ച ഞാൻ നാരായണ സ്വരൂപം തന്നെയായ
സ്നാനം 3 9 16 24 ഇനി നിങ്ങളുടെ ഇഷ്ടം. പുണ്യോഹം പറയാം. പുണ്യോഹം പുണ്യോഹം. നികത്തങ്ങൾ കേൾക്കുമാറ് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുക. ജ്ഞാനഗംഗയായ നിളാസിന്ധുവിന്റെ മഹിമ ലോകം മുഴുവനും കേൾക്കുമാറ് ഉച്ചത്തിൽ വിളിച്ചു പറയുക. ഹര ഹര ഗംഗേ, ജയ ജയ ഗംഗേ, ഹര ഹര ഗംഗേ, ജയ ജയ ഗംഗേ, ഹര ഹര ഗംഗേ, ജയ ജയ ഗംഗേ. സൂര്യന് 3 അർഘ്യം കൂടി കൊടുത്താൽ ഗെയിമായി. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് നിങ്ങൾക്ക് ഗായത്രിക്ക് അറിയെങ്കിൽ ഗായത്രി ചൊല്ലി സൂര്യൻ ഇറങ്ങി കൊടുക്കാം. എത്ര പോണ കൊടുക്കാൻ ചൊല്ലി സൂര്യാഗ്രഹമെന്ന് പറഞ്ഞെങ്കിൽ ആനന്ദത്തോടുകൂടി കഴുക ഭസ്മം തൊട്ട് നവാമുദ്രനെ സ്മരിച്ച് ഭസ്മം തൊട്ട് ഭഗവാനെ ദർശിച്ച് പ്രസാദമൊക്കെ ചൊല്ലുക. ഇവിടെ മാഘമാസത്തിലെ മാഘസ്നാനം, ഇന്നത്തെ മാഘസ്നാനം വേദ ദോഷത്തോടു കൂടിയുള്ള മാഘസ്നാനം